ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്കാരത്തിന്റെ മുഖമുദ്ര കാർഷിക സംസ്കൃതിയാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധി കാർഷിക മേഖലയിൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. കാർഷിക വികസനവും ഗ്രാമസമൃദ്ധിയുമെന്ന പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ നേടുന്നതിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ പങ്ക് വളരെ വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. हम 2 बड़े लक्ष्यों की ओर एक साथ बढ़ रहे हैं. पहला कृषि सेक्टर का विकास और दूसरा हमारे गांवों की समृद्धि. साथियों, PM किसान सम्मान निधि योजना 6 साल पहले लागू की गई थी. इस योजना के तहत अब तक लगभग 4.25 लाख करोड़ रुपए किसानों को मिल चुके हैं. इतनी राशि करीब 11 करोड़ किसानों के खाते में सीधे पहुंचाई गई है. 6,000 रुपये सालाना की इस आर्थिक मदद से ग्रामीण अर्थव्यवस्था सशक्त हो रही है. हमने एक किसान केंद्रित डिजिटल इंफ्रास्ट्रक्चर तैयार किया है ताकि देश भर के किसानों तक इस योजना का लाभ पहुंच सके. यानी इसमें किसी बिचौलिए के घुसने या लीकेज की गुंजाइश ही न रहे. नो कट की कंपनी. ये इस बात का उदाहरण है कि अगर आप जैसे एक्सपर्ट और विजनरी लोग, अगर उनका सहयोग होता है तो योजना जल्द से जल्द सफल होती है और ज्यादा अच्छा परिणाम देती है. आपके योगदान से किसी भी योजना को पूरी मजबूती और पारदर्शिता के साथ धरातल पर उतारा जा सकता है. मैं इसके लिए आप सबके सहयोग की और हमेशा सक्रिय सहयोग देने के लिए आपकी सराहना करता हूं. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം കുറ്റിച്ചൽ കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസർ ശ്രീ R. ബാലചന്ദ്രൻ നായർ ആണ്. ശ്രീ R. ബാലചന്ദ്രൻ നായർ, താങ്കൾക്ക് സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി കർഷകരിലും കാർഷിക മേഖലയിലും എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഒന്ന് ചുരുക്കി പറയാമോ? നമസ്കാരം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ചെറുകിട നാമമാത്ര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിട്ട് 2018-19 സാമ്പത്തിക വർഷത്തിൽ 2018 ഡിസംബർ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ 100% വിഹിതവും കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കർഷകരുടെ വാങ്ങൽ ശേഷി ഉയർത്തുന്നതിന്, മെച്ചപ്പെട്ട കാർഷിക ഉൽപ്പാദന ഉപാധികൾ ഉപയോഗിക്കുന്നതിന്, കർഷകരെ പ്രാപ്തരാക്കുന്നതിനും വായ്പാ കെണികളിൽ നിന്നും നമ്മുടെ കർഷകരെ രക്ഷിക്കുന്നതിനുമായിട്ടാണ് ഇത് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ലാൻഡ് റെക്കോർഡ്സിൽ 1/2/2019 തീയതിയിൽ കൃഷിഭൂമി കൈവശമുള്ള കുടുംബങ്ങൾക്ക് മറ്റ് നിബന്ധനകൾക്ക് വിധേയമായി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിവർഷം 6,000 രൂപ 4 മാസത്തിലൊരിക്കൽ 3 തുല്യ ഗഡുക്കളായി നൽകുന്നു. എന്നാൽ മലയോര മേഖലയിലും വനാവകാശം നിലനിൽക്കുന്ന സ്ഥലവുമായ കുറ്റിച്ചൽ പോലുള്ള പഞ്ചായത്തിൽ വനാവകാശ നിയമപ്രകാരം കൈവശാവകാശ രേഖയുള്ള പട്ടികവർഗ കുടുംബത്തിനും പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രയോജനം ചെയ്യുന്ന ധാരാളം കർഷകർ നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ തന്നെ ഉണ്ട്. ഏകദേശം 4,000-നടുത്ത് കർഷകർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റുന്നവരായിട്ടാണുള്ളത്. അതുമാത്രമല്ല, ഇതിൽ എല്ലാത്തരം വിളകൾ കൃഷി ചെയ്യുന്ന കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുകിട നാമമാത്രമായ മുഴുവൻ കർഷകരെയും ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് വളരെയധികം പ്രചാരവും വളരെയധികം പ്രാധാന്യവും നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള കർഷകരെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു പദ്ധതിയായിട്ട് ആണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ കാർഷിക മേഖല വീണ്ടും സമ്പുഷ്ടീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ കർഷകരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ഈ പദ്ധതി വളരെയധികം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചിലർക്കെങ്കിലും ഈ പദ്ധതിയുടെ ആനുകൂല്യം യഥാസമയം ലഭിക്കുന്നില്ല എന്ന് പറയുന്നല്ലോ, അതിലെ വസ്തുത എന്താണ്?
പലപ്പോഴും നമ്മുടെ കർഷകർക്ക് യഥാസമയം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ PM കിസാൻ്റെ ആനുകൂല്യം ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് അതിൻ്റെ യഥാസമയം EKYC എന്നതും അതേപോലെ തന്നെ ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് യഥാസമയം അവരുടെ അക്കൗണ്ടിൽ ഈ ആനുകൂല്യം കിട്ടാതിരിക്കുന്നത്. ലാൻഡ് സീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് 2018-19 കരം തീർത്ത വസ്തു ഉള്ളതായിട്ട് അന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപേക്ഷ. അത് ഇപ്പോഴും അവർ കൈവശം അവർക്ക് ആ ഭൂമി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനായിട്ട് നിലവിലെ അവരുടെ ഇപ്പോഴുള്ള ആ കരം തീർത്ത രസീത് 2024-25 സാമ്പത്തിക വർഷത്തെ കരം തീർത്ത രസീത് PM കിസാൻ്റെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കൃഷിഭവൻ വഴിയും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അക്ഷയ കേന്ദ്ര അതേപോലെ കോമൺ സർവീസ് സെൻറ്റർ എന്നിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൂടെയും അവർക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ EKYC എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് പൈസ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ബാങ്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ബാങ്കിൽ പോയിട്ട് നമ്മുടെ ആധാറും അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് തന്നെ അതിനുള്ള സംവിധാനം ബാങ്ക് അധികാരികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ യഥാസമയം അവരുടെ അക്കൗണ്ട് പൈസ പോകാതിരിക്കുന്നതിനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെ എന്തെങ്കിലും ഫ്രീസായിട്ടുള്ള അക്കൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് പോകാതിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അക്കൗണ്ട് എടുത്തുകൊണ്ട് അതിനെ PM കിസാനുമായിട്ട് ലിങ്ക് ചെയ്ത് അവരുടെ അക്കൗണ്ട് ആ പൈസ അവരുടെ ബെനിഫിറ്റ് പോസ്റ്റൽ അക്കൗണ്ടിൽ വഴി കൊടുക്കുന്ന ഒരു സംവിധാനവും നിലവിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ചെയ്യുന്ന EKYC അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് എന്നിവ കൃഷിഭവൻ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് ആനുകൂല്യം കിട്ടിത്തുടങ്ങുന്നത്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താവായ ശ്രീ ഗംഗാധരൻ കോഴിക്കോട്. ഉണ്ണിക്കുളം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ ഒരു കർഷകനാണ്. ഒരു 2.5 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ തെങ്ങ്, കവുങ്ങ്, കുറച്ച് റബ്ബർ, പിന്നെ കുറച്ച് നെൽകൃഷി, പിന്നെ മറ്റ് ചെറിയ കൃഷികൾ, അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഒരു ലോണിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കാർഷിക ബാങ്കിൽ നിന്ന് എനിക്കൊരു ലോണ് KCC ലോണ് എടുത്തിട്ട് പുതുക്കി വരുന്നുണ്ട്. എല്ലാ കൊല്ലവും അടച്ച് പുതുക്കി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കൃഷി കാര്യങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ഗുണഭോക്താവ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി, ആ തുക കൊണ്ട് നമ്മൾ വീട്ടിൽ കൂട്ടുകുടുംബത്തിൽ ചെറിയ രൂപത്തിലുള്ള പച്ചക്കറി കൃഷികൾ, വാഴക്കൃഷികൾ, അതുപോലെ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ, നമുക്ക് പല രൂപത്തിലുള്ള കൃഷികൾ, നമുക്ക് കോഴി, ചെറിയ ആട്ടിൻകുട്ടികൾ, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഒരു വരുമാന മാർഗം കുടുംബാന്തരീക്ഷത്തിൽ കൂട്ടുകുടുംബമായിട്ട് നമുക്ക് വരുമാനം ആണ്, ചെറിയ രൂപത്തിലുള്ള വരുമാനമാണ് അതുകൊണ്ട് നേടിത്തരുന്നത്. കുടുംബത്തിൽ ഒരു പ്രയാസം വരുന്ന അത് ഇപ്പോൾ ഇല്ല. ഈ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി കൊണ്ട് വലിയൊരു നേട്ടം ഇതുകൊണ്ടുണ്ടായിത്തീരുന്നുണ്ട്. കുടുംബത്തിലും കൂട്ടുകുടുംബത്തിലും സന്തോഷകരമായ ഒരു ജീവിതം നിലനിൽക്കുന്നുണ്ട്. വളരെ സഹായകരമായ പദ്ധതിയാണ് ഇതെന്ന് ഒരു ഗുണഭോക്താവ്. കിസാൻ സമ്മാൻ നിധി പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായമാണ്. ഒന്നും അതിൻ്റെ കൃത്യമാണ്. നമ്മളെ ഒരു ദിവസം വൈകാണ്ട് നമ്മളെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ സഹായമുള്ളൊരു പദ്ധതിയായിട്ടാണ് അത് എനിക്ക് അനുഭവപ്പെടുന്നത്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ ആകാശവാണിയോട് പങ്കുവച്ച അഗ്രികൾച്ചർ ഓഫീസർ ശ്രീ R. ബാലചന്ദ്രൻ നായർക്കും മറ്റ് ഗുണഭോക്താക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര.